അങ്ങനെ 2025 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ മുത്തമിട്ട് ഇന്ത്യ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ വിജയം. 251 റൺസാണ് ന്യൂസിലൻഡ് ആദ്യം ബാറ്റിംഗ് ഇറങ്ങി ന്യൂസിലൻഡ് സ്വന്തമാക്കിയത് 50 ഓവറിൽ. പക്ഷേ അത് ഇന്ത്യക്ക് വിജയിക്കാവുന്ന ചെറിയ ടോട്ടൽ മാത്രമായിരുന്നു. പക്ഷേ തുടക്കം അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചു. രജീന്ദ്ര രവീന്ദ്ര 37 റൺസ്, അതുപോലെ തന്നെ ഡാലി മിച്ചൽ 63, ഫിലിപ്സ് 34, മൈക്കിൾ 53 എന്നിങ്ങനെ ടോട്ടൽ എടുക്കാൻ സാധിച്ചു. പക്ഷേ ടോട്ടൽ 251 ഒതുക്കാൻ ഇന്ത്യൻ ബോളിംഗ് നിരക്കായി. ഷമ്മി 1 വിക്കറ്റ്, അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിക്ക് 2, കുൽദീപ് യാദവ് 2, അതുപോലെ തന്നെ ജഡേജ 1 വിക്കറ്റ് സ്വന്തമാക്കി. അങ്ങനെ 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 251 എടുക്കാൻ മാത്രമാണ് ന്യൂസിലൻഡിനായത്. അപ്പോൾ ഇന്ത്യക്ക് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യയുടെ തുടക്കം തന്നെ നല്ല രീതിയിൽ തന്നെ കളിച്ചു കേട്ടോ. രോഹിത് ശർമ്മയും ഗില്ലും കൂടി നല്ല ഒരു പാർട്ണർഷിപ്പ്, 100 റൺസിന് മേലെ പാർട്ണർഷിപ്പ് കെട്ടിപ്പടുക്കാൻ ആയി. പിന്നീട് വന്ന കോഹ്ലിക്ക് കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. 1 റൺസ് മാത്രമാണ് കോഹ്ലിക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് പല റെക്കോർഡുകളും ഇന്നത്തെ കളിയിൽ ഭേദിക്കാനുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചില്ല. 1 റൺസിന് കോഹ്ലി പുറത്തായി. പിന്നീട് ശ്രേയസ് അയ്യരും അക്ഷറും നല്ല രീതിയിൽ തന്നെ കളിച്ചു. പിന്നെ രാഹുൽ ഇറങ്ങി. രാഹുൽ 34 റൺസ് സ്വന്തമാക്കി. ഹാർദിക് പാണ്ഡ്യ 18 റൺസ് സ്വന്തമാക്കി. ജഡേജ 9 എന്നിങ്ങനെ ഇന്ത്യൻ ടീമിലെ എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ കളിച്ചു. ഇന്നത്തെ മത്സരം കോഹ്ലി ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ ബാറ്റിംഗ് ചെയ്തു. നമുക്ക് പറയാം ഗില്ലിൻ്റെ ഒരു ക്യാച്ചൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഫീൽഡിങ് നമുക്ക് കാണാൻ സാധിച്ചു. മികച്ച ഒരു ഫീൽഡിങ് തന്നെയായിരുന്നു ന്യൂസിലൻഡിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചത്. പറന്നൊക്കെയായിരുന്നു ഒരു ക്യാച്ചുകൾ എടുത്തിരുന്നത്. ഗില്ലിൻ്റെ അടിപൊളി ക്യാച്ച് എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് ഇന്ത്യ 4 വിക്കറ്റിൻ്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. അങ്ങനെ 12 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ രണ്ടാമത്തെ ICC ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയിരിക്കുന്നു. ദുബായിൽ വെച്ച്, പാകിസ്ഥാനിൽ വെച്ച് നടക്കേണ്ട മത്സരമായിരുന്നു. പക്ഷേ ദുബായിലാണ്. ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിലായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യപ്പെടുത്തിയിരിക്കണം. ബൈ.